പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇനി പറയാൻ പോകുന്നത് ജനറൽ ഫങ്ഷൻസ് ഓഫ് എസെൻഷ്യൽ എലമെന്റ്. നമ്മൾ പറഞ്ഞിരിക്കുന്ന മാക്രോ ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് എസെൻഷ്യൽ എലമെന്റ് ആണ്. ഈ എസെൻഷ്യൽ എലമെന്റുകളുടെ വളരെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, ദേ ആർ ദ കൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് പ്രോട്ടോപ്ലാസം ആൻഡ് സെൽ വാൾ. ഇപ്പൊ നമുക്കറിയാം, ഇതാണ് ഒരു സെല്ലിന്റെ ഉള്ളിലുള്ള പ്രോട്ടോപ്ലാസത്തിന്റെ ഉള്ളിൽ വളരെ പ്രധാനപ്പെട്ട കൺസ്റ്റിറ്റ്യൂന്റ് ആയിട്ട് ആര് മാറുന്നു? ഈ പറയുന്ന എസെൻഷ്യൽ എലമെന്റ് മാറുന്നു. ഏതൊക്കെയാണത് വളരെ പ്രധാനപ്പെട്ട റോൾ നിർവഹിക്കുന്ന ആൾക്കാർ? സി, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ and phosphorus are very important and permanent constituent of the protoplasm and the cell wall. Carbon, hydrogen and oxygen form most of part of the plant body. Carbon, hydrogen, oxygen form most of the part of the plant body. Nitrogen is an important constituent element of protein and nucleic acid. Nitrogen വളരെ പ്രധാനപ്പെട്ട ഒരു കൺസ്റ്റിറ്റ്യൂവന്റ് ആണ് ആരുടെ? പ്രോട്ടീന്റെയും ന്യൂക്ലിക് ആസിഡിന്റെയും. Sulfur of protein and phosphorus of nucleic acids are very important. Besides this, magnesium is an important constituent of chlorophyll, while calcium is present in middle lamella in the form of calcium pectate. ഇപ്പൊ മിഡിൽ ലെമല്ലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സെല്ല് മറ്റൊരു സെല്ലുമായി കൂട്ടി യോജിപ്പിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് മിഡിൽ ലെമല്ല എന്ന് പറയുന്നത്. അവിടെ സിമെന്റ് ഇട്ടതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ആയി വർത്തിക്കുന്ന ആളാണ് കാൽഷ്യം. So we can say that calcium, which is act as an important element role, that is the calcium pectate within the middle lamellae. See, എന്തൊക്കെയാണ് ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഫങ്ഷൻസ്? രണ്ട്, ഇൻഫ്ലുവൻസ് ഓൺ ദ ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ദ പ്ലാന്റ് സെൽ. ഇത് വളരെ നന്നായിട്ട് ഓസ്മോട്ടിക് പ്രഷറിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും. ഓസ്മോട്ടിക് പ്രഷർ ആൻഡ് അതർ ഓസ്മോട്ടിക് റിലേഷൻസ് ഓഫ് ദ പ്ലാന്റ് സെൽ ആർ മെയിൻറ്റെയിൻ due to the presence of organic compounds and mineral salt dissolved in the cell sap. ഇപ്പൊ നമുക്കറിയാം ഓസ്മോട്ടിക് ബാലൻസ്, ഇവിടെ ഒരു ഓസ്മോസിസ് നടക്കുന്നുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും ഇത് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലോട്ട് പോകും, ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലോട്ട് പോകും. ഏത് രീതിയിലാണെങ്കിലും വി ക്യാൻ സീ സം ഓഫ് ദ ഇമ്പോർട്ടന്റ് ഓസ്മോട്ടിക് പ്രഷർ ഓർ ഓസ്മോട്ടിക് ബാലൻസ്. ഈ ഓസ്മോട്ടിക് ബാലൻസിനെ പ്രധാനമായിട്ടും നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും ആരാണ്? ഇത്തരത്തിലുള്ള എലമെന്റുകളാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഇൻഫ്ലുവൻസ് ഓൺ ദി ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ദ പ്ലാന്റ് സെൽ. Osmotic pressure and other osmotic relations of the plant cells are maintained due to the presence of organic compound and mineral salts dissolved in the cell sap. മൂന്നാമത്തേത് കാറ്റലിറ്റിക് ഫംഗ്ഷൻ ആണ്. എന്താണ് കാറ്റലിറ്റിക് ഫംഗ്ഷൻ? Many elements like iron, copper, zinc, molybdenum, magnesium, manganese, chlorine, etc. are required in catalytic amount to carry on various enzymatic reactions in the cells. പലതരത്തിലുള്ള എൻസൈമാറ്റിക് റിയാക്ഷൻസും നടക്കുമ്പോൾ അതിന് വളരെ പ്രധാനമായിട്ടും സഹായിക്കുന്ന ആളുകാരാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആള് ചില എലമെന്റുകളാണ്. ഇത്തരത്തിലുള്ള എലമെന്റുകളൊക്കെ അങ്ങനെയുള്ള കാറ്റലിറ്റിക് ഫംഗ്ഷൻ സഹായിക്കാറുണ്ട്. സി, നോക്കൂ നിങ്ങൾ, ഇതാണ് കാറ്റലിസിസ് നടക്കുന്ന പ്രോസസ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട റോൾ നിർവഹിക്കുന്ന ആളാണ് ഇത്തരത്തിലുള്ള എലമെന്റുകൾ. ദിസ് എലമെന്റ് മേ ബി എ പാർട്ട് ഓഫ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ഓഫ് ദ എൻസൈം ഓർ കോഎൻസൈം ഓർ മെനി ആക്ട് ആസ് ആക്ടിവേറ്റേഴ്സ്. This element may be part of the prosthetic group of the enzyme or coenzyme or may act as activators. Antagonistic or balancing function. Some elements like calcium, magnesium, potassium, etc. counteract the toxic effects of other mineral element, maintaining ionic balance. അങ്ങനെ ionic balance ഉണ്ടാക്കാൻ വേണ്ടി അതോടൊപ്പം തന്നെ antagonistic function ഒക്കെ വളരെ പ്രധാനപ്പെട്ട റോൾ നിർവഹിക്കുന്ന ആള് കൂടിയാണ് ഈ പറയുന്ന elemental. So we can say that these are the four important functions of the general functions of these elements. Okay. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓരോ എലമെന്റിനും എന്തൊക്കെയാണ് റോളുകൾ ഉള്ളത്. നമുക്കറിയാം, ഒരു ചെടിയിൽ ഓരോ എലമെന്റും വ്യത്യസ്ത തരത്തിലുള്ള ധർമ്മങ്ങൾ നിർവഹിക്കുന്നു എന്ന് നമുക്കറിയാം. നമ്മൾ ഇനി പറയാൻ പോകുന്നതും നമ്മൾക്ക് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യനും റോൾ ആൻഡ് ഡെഫിഷ്യൻസി സിംറ്റംസ് ഓഫ് ഈച്ച് എലമെന്റ് ആണ്. നോക്കൂ നിങ്ങൾ, ഇവിടെ അയൺ ഇല്ല എങ്കിൽ ഇലകൾ ഈ രൂപത്തിലായി മാറും. കാൽഷ്യം ഇല്ലെങ്കിൽ ഇലകളുടെ രൂപം ഇങ്ങനെ ആയിരിക്കും. ബോറോൺ ഇല്ലെങ്കിൽ എലമെന്റുകൾ ഇങ്ങനെ വാടിപ്പോയതുപോലെ തോന്നും. മാംഗനീസ് ഇല്ലെങ്കിൽ ഇങ്ങനെ. അങ്ങനെ ഓരോ എലമെന്റിന്റെയും ഡെഫിഷ്യൻസി പഴയ ഓൾഡ് ലീഫിലും കുഞ്ഞു ലീഫുകളിലും പുതുതായി ഉണ്ടാവുന്ന ലീഫുകളിലും അതോടൊപ്പം തന്നെ പഴക്കം ചെന്ന പ്രായമുള്ള ലീഫുകളിലും വ്യത്യസ്ത തരത്തിലുള്ള റോളുകളും അതോടൊപ്പം തന്നെ അതിന്റെ ഡെഫിഷ്യൻസി സിംറ്റവും നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മൾ വളരെ വ്യക്തമായിട്ട് ഇനി പറയാൻ പോകുന്നത്. നോക്കൂ നിങ്ങൾ, ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പലതരത്തിലും ആൾക്കാർ ചോദിക്കാറുണ്ട്, എന്റെ കൃഷിയുടെ ഈ ഇല ഇങ്ങനെ ഉണങ്ങി പൊന്താണ് ചെയ്യാം.
അപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ദിസ് ഈസ് ആക്ച്വലി എ ചാർട്ട് വിത്ത് ദിസ് ചാർട്ട് ഈസ് യൂസ്ഫുൾ ഫോർ ഐഡന്റിഫൈങ് ദ ഡെഫിഷ്യൻസി ഓഫ് സർട്ടൻ ന്യൂട്രിയൻസ്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇവിടെ ഈ എലമെന്റിന്റെ കുറവുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇല ആയി പോയിട്ടുള്ളത്. ഇവിടെ നൈട്രജന്റെ കുറവുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പെയിൽ യെല്ലോ കളറിൽ ഉണ്ടാകുന്നത്. ഫോസ്ഫറസിന്റെ ഡെഫിഷ്യൻസി ഉള്ളത് കൊണ്ടാണ് നമുക്ക് എലമെന്റിന്റെ അപര്യാപ്തത ഉള്ളത് കൊണ്ടാണ് ചെടികളിൽ ഇങ്ങനെയുള്ള ലീഫുകൾ ഉണ്ടാകുന്നത്. അങ്ങനെ ഓരോ തരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങളെ കാണാനും അത് ഏത് എലമെന്റിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാനും കൂടിയുള്ള ചാർട്ടാണിത്. അപ്പൊ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഓരോ എലമെന്റിന്റെയും റോളും അതിന്റെ ഡെഫിഷ്യൻസി സിംറ്റവുമാണ്. നോക്കൂ നിങ്ങൾ, ഇവിടെ ഓരോ ഡെഫിഷ്യൻസിയും വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇപ്പൊ മഗ്നീഷ്യം ഇല്ല എങ്കിൽ ലീവ്സ് പെയിൽ ഇൻ കളർ, വീൻസ് ആൻഡ് വീനുലസ് ഡാർക്ക് ഗ്രീൻ ആൻഡ് റെറ്റിക്കുലേറ്റഡ്. അപ്പൊ ഓരോ എലമെന്റിന്റെയും കുറവ് കൊണ്ട് എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നോക്കൂ നിങ്ങൾ, മഗ്നീഷ്യത്തിന്റെ ഡെഫിഷ്യൻസി നോക്കുക നിങ്ങൾ, പെയിൽനെസ് ഫ്രം ലീഫ് എഡ്ജസ്, നോ സ്പോട്ട് എഡ്ജ്, ഹാവ് കപ്പ് ഷേപ്ഡ് ഫോൾഡ്സ്, ലീവ്സ് ഡൈ ആൻഡ് ഡ്രോപ്പ് ഇൻ എക്സ്ട്രീം ഡെഫിഷ്യൻസി. അങ്ങനെ ഇല കൊഴിഞ്ഞു പോകുന്നു എന്നൊക്കെ വളരെ ക്ലിയർ ആയിട്ട് നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഒരു ചാർട്ട് കൂടിയാണ് ഇത്. ഇതാണ് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. നമുക്ക് നിങ്ങൾ ഫസ്റ്റ് തന്നെ നമ്മൾ പറയാൻ പോകുന്നത് എസെൻഷ്യൽ എലമെന്റ്സിന്റെ, എസ്പെഷ്യലി മൈക്രോ ആൻഡ് മൈക്രോ എലമെന്റ്സിന്റെ റോളുകളും അതിന്റെ ഡെഫിഷ്യൻസി സിംറ്റവുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് മൈക്രോ ന്യൂട്രിയൻസ് ആണ്. നോക്കൂ നിങ്ങൾ, ഓരോ ന്യൂട്രിയൻസ് നോക്കാം നമുക്ക്. നൈട്രജന്റെ ഫംഗ്ഷൻ, കോമ്പണന്റ് ഓഫ് ക്ലോറോഫിൽ, അമിനോ ആസിഡ് ആൻഡ് പ്രോട്ടീൻ. ഡെഫിഷ്യൻസി സിംറ്റംസ് എന്താണ്? സ്റ്റണ്ടഡ് ഗ്രോത്ത്, ക്ലോറോസിസ് ഓഫ് ലീഫ്. ദെൻ മഗ്നീഷ്യം, കോമ്പണന്റ് ഓഫ് ക്ലോറോഫിൽ, ക്ലോറോസിസ് ഓഫ് ലീവ്സ്, ഡെത്ത് ഓഫ് എൻറ്റയർ ലീഫ് ഓർ എ പോർഷൻ ഓഫ് ഇറ്റ്. ഇതില്ല എങ്കിൽ മഗ്നീഷ്യത്തിന്റെ അപര്യാപ്തത മൂലം ഈ ഒരു ക്ലോറോസിസ് എന്ന് പറയുന്ന പ്രക്രിയയാണ് നടക്കുന്നത്. ദെൻ ഫോസ്ഫറസ്, essential for the release of energy. Stunted growth, dull green leaves, leaves with curly brown edges. Then calcium, needed for cell formation at root tip and shoot tip. Stunted growth, poor buds, new leaves distorted in the shape. Potassium, needed for increasing hardness, chlorosis of leaf, dead tissue tip and edge of leaf. Sulfur, components of proteins and amino acid, weak stem, chlorosis of leaf. അപ്പോൾ ഓരോ എലമെന്റിന്റെയും ഫംഗ്ഷൻ ഇവിടെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് വളരെ ക്ലിയർ കട്ട് ആയിട്ട് ഓരോ എലമെന്റിന്റെ നേർക്ക് അതിന്റെ ഫംഗ്ഷൻ എന്താണ്, അതിന്റെ ഡെഫിഷ്യൻസി സിംറ്റംസ് എന്താണ്, പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ യു ഷുഡ് ആഡ് ദിസ് ചാർട്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോന്നിന്റെയും ഡെഫിഷ്യൻസി ഒന്നുകൂടിയും കാണിക്കാം. ഇതിപ്പം നൈട്രജൻ ഇല്ലെങ്കിൽ ഈ രൂപത്തിലായിരിക്കും ഇല ഉണ്ടാവുക, ഫോസ്ഫറസ് ഇല്ലെങ്കിൽ ഈ രൂപത്തിലായിരിക്കും, പൊട്ടാസ്യം ഇല്ലെങ്കിൽ ഇങ്ങനെ ഉണങ്ങിയ പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും, മെഗ്നീഷ്യം ഇല്ലെങ്കിൽ, കാൽഷ്യം ഇല്ലെങ്കിൽ, സിങ്ക് ഇല്ലെങ്കിൽ, അയേൺ ഇല്ലെങ്കിൽ, മോളിബ്ഡിനം ഇല്ലെങ്കിൽ, മാംഗനീസ് ഇല്ലെങ്കിൽ, ക്ലോറിൻ ഇല്ലെങ്കിൽ, ഓരോ എലമെന്റിന്റെയും അപര്യാപ്തതയിൽ ചെടികളുടെ വിളകളുടെ രൂപങ്ങൾ ഈ ഒരു അവസ്ഥയിലായിരിക്കും. ഇനി നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട എലമെന്റ് കൂടി നമുക്ക് നോക്കാം. നോക്കൂ നിങ്ങൾ, മെഗ്നീഷ്യവും അതേപോലെ തന്നെ സിലിക്കണും മൈക്രോ എലമെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് എലമെന്റുകളാണ്. എന്താണ് മെഗ്നീഷ്യത്തിന്റെ റോള്? Most important divalent cation in enzyme catalysis, involved in most reactions involved ADP and ATP. Then active enzyme for DNA and RNA synthesis, constituent of chlorophyll, activate key enzyme involved in carbon dioxide fixation, has structural role in membrane, especially in organelles. ഇത് വളരെ പ്രധാനപ്പെട്ട റോളാണ്. മെഗ്നീഷ്യത്തിന്റെ ഡെഫിഷ്യൻസിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. Deficiency symptoms: extensive intervinal chlorosis which starts with the basal leaves, elderly and progress to younger leaf. Then silica നോക്കൂ, it acts as a physical barrier and enhance plant resistance to toxic elements, reduce oxidative stress and it help in alleviating the salt damage. It improve the yield and quality of some crops. It help in decrease of susceptibility to disease and insect damage. Then deficiency എന്തൊക്കെയാണ് നോക്കൂ നിങ്ങൾ. സിലിക്കന്റെ ഡെഫിഷ്യൻസി ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, leaves and curms become soft and droopy, thus increasing mutual shading. Then reduced photosynthetic activity, lower reduced grain yield, increased occurrence of disease such as blast. അങ്ങനെ വളരെ ക്ലിയർ ആയിട്ട് ഓരോ എലമെന്റിന്റെ റോളും അതോടൊപ്പം തന്നെ ഡെഫിഷ്യൻസി സിംറ്റവും നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്രയാണ് മാക്രോ ന്യൂട്രിയൻസ്, അതിന്റെ റോൾ ആൻഡ് ഡെഫിഷ്യൻസി സിംറ്റംസ്. ഇനി മൈക്രോ ന്യൂട്രിയൻസ് ആണ്. നോക്കൂ നിങ്ങൾ,
പ്രധാനപ്പെട്ട മൈക്രോ ന്യൂട്രിയൻസ് ഇത്രയുമാണ്. ഏതൊക്കെ? അയൺ, മാംഗനീസ്, കോപ്പർ, സിങ്ക്, ബോറോൺ, ക്ലോറിൻ ആൻഡ് മോളിബ്ഡിനം ആണ്. ഓക്കെ, നോക്കൂ, അയൺ, മാംഗനീസ്, കോപ്പർ, സിങ്ക്, ബോറോൺ, ക്ലോറിൻ ആൻഡ് മോളിബ്ഡിനം. നമുക്ക് നോക്കാം അയണിന്റെ ഫംഗ്ഷൻ എന്താണ്. It is important in its oxidation and reduction reaction. It is required for chlorophyll synthesis. It is a constituent of cytochrome in respiration. It is essential system in enzyme action. എന്താണ് അതിന്റെ ഡെഫിഷ്യൻസി? ക്ലോറോസിസ് ഇൻ ലീവ്സ്. Then manganese നോക്കൂ നിങ്ങൾ, important for oxidation and reduction reaction, essential for respiration and nitrogen metabolism, special role in enzyme action, activator of enzyme in photosynthesis and essential for chlorophyll synthesis. Then what are the important deficiency symptoms? Disorganization of chloroplast thylakoid membrane. ഈ എലമെന്റ് ഇല്ല എങ്കിൽ കംപ്ലീറ്റ് എന്താവും? തൈലക്കോഡിന്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ഇംബാലൻസ്ഡ് ആവും. Plant become chlorotic, reduced growth, new leaves have yellow green laminae. Then copper നോക്കൂ നിങ്ങൾ, important component of plastocyanin synthesis, important for enzyme action in photosynthesis. Copper is an important part of chloroplast protein, then plastocyanin, involved in synthesis of chlorophyll and pigments. Then എന്താണ് അതിന്റെ ഡെഫിഷ്യൻസി? Eruptions in bark and branches. Deficiency symptoms seen in young plants. Then zinc നോക്കൂ നിങ്ങൾ, പ്രധാനപ്പെട്ട റോള്. It is an activator of enzyme in respiration, play a very important role in protein synthesis, essential for oxygen synthesis, help in synthesis of tryptophan. Then deficiency, it reduce the size of leaf and inhibit plant growth, malformation in many crop leaves, especially mango. Then boron നോക്കൂ, help in cell division and cell differentiation. Then important in enzyme with oxidation reduction reaction. Then deficiency symptoms, intervinal chlorosis, imbibition of stem growth, reduce leaf size and growth of the plant apparently. Then chlorine, important in photosynthesis, maintaining the ionic balance. These are the most important function of chlorine. Then see the deficiency, abnormal shapes, intervinal chlorosis. Then molybdenum, it is an important component of nitrate reductase. It is an activator of enzyme in respiration, important in protein synthesis and oxygen synthesis. Then the most important deficiency is intervinal chlorosis. അപ്പൊ ഈ ചാർട്ടിൽ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെയാണ് മൈക്രോ എലമെന്റ്. ഈ കാണിച്ചതെല്ലാം മൈക്രോ എലമെന്റ് ആണ്. ഇതിന്റെ ഫങ്ഷൻസ് ആണ് അല്ലെങ്കിൽ റോളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതില്ല എങ്കിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും എന്നുള്ളതാണ് ഈ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത്. യു ക്യാൻ സി മൈക്രോ ന്യൂട്രിയൻസ്. ദെൻ മാക്രോ ന്യൂട്രിയൻസ് പറഞ്ഞു, 2 മാഗ്നീഷ്യം, സിലിക്കൺ. ദെൻ ബാക്കിയുള്ള എലമെന്റുകൾ നൈട്രജൻ, മഗ്നീഷ്യം, ദെൻ ഫോസ്ഫറസ്, കാൽഷ്യം, പൊട്ടാസ്യം, സൾഫർ. ദെൻ നോക്കൂ നിങ്ങൾ, ഓരോ എലമെന്റിന്റെയും പ്രധാനപ്പെട്ട ഡെഫിഷ്യൻസിയുടെ രൂപങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ മൈക്രോ എലമെന്റ് ഉണ്ട്, മൈക്രോ എലമെന്റ് ഉണ്ട്. See this, all these are the micro element. You can see the micro elements here. In the micro element you can see iron, manganese, molybdenum. All these are some of the important micro elements. And also this is the most important chart by which we can visualize the deficiency symptoms. അപ്പൊ പ്രാക്ടിക്കലി നമ്മൾ തിയറിയിൽ ഇതൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ പോലും പ്രാക്ടിക്കൽ ആയിട്ട് ഒരു പ്ലാന്റിന്റെ ഇല കാണുമ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം ഇത് മോളിബ്ഡത്തിന്റെ ഡെഫിഷ്യൻസിയാണ്. ഇങ്ങനെയുള്ള ഇലകളൊക്കെ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതേപോലെ ഇങ്ങനെയുള്ള സ്പോട്ട്, സി ദിസ് ഇസ് ദ സെയിം സ്പോട്ട്, മോളിബ്ഡിനം. സി യു ക്യാൻ സി ദ മോളിബ്ഡിനം. ദെൻ സിങ്ക് നോക്കൂ നിങ്ങൾ, സിങ്കിന്റെ ഡെഫിഷ്യൻസി യു ക്യാൻ സി ക്ലിയർലി ദ ഡെഫിഷ്യൻസി ഓഫ് ദ സിങ്ക്. അപ്പൊ വളരെ ക്ലിയർ ആയിട്ട് എല്ലാ എലമെന്റിന്റെയും ഡെഫിഷ്യൻസി സിംറ്റം ഇവിടെ കാണിച്ചിട്ടുണ്ട്. You go through these slides and study well. Thank you.